Next problem 4. A rectangular box open at the top is to have a volume of 32 cubic feet. What must be the dimension so that the total surface is minimum? ഓക്കെ, ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യനിലൊരു റെക്റ്റാങ്കുലർ ബോക്സ് തന്നിട്ടുണ്ട്. ആ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ടോപ്പ് എന്താണ്? ഓപ്പൺ ആണ്. അതിൻ്റെ വോളിയം, റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? 32 ക്യൂബിക് ഫീറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ സർഫസ് ഏരിയ മിനിമം ആവുന്ന തരത്തിലുള്ള ഈ ഒരു റെക്റ്റാങ്കുലർ ക്യൂബിക് ബോക്സിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കയ്യിലൊരു റെക്റ്റാങ്കുലർ ബോക്സ് ഉണ്ട്. ആ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ടോപ്പ് ഓപ്പൺ ആണ്. അതേമാതിരി തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ആ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം എന്ന് പറയുന്നത് 32 ക്യൂബിക് ഫീറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കണ്ടുപിടിക്കാനാണ്. എങ്ങനെ വേണം? സോ ദാറ്റ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഈസ് മിനിമം. ടോട്ടൽ സർഫസ് ഏരിയ മിനിമമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം നമുക്ക് ഇതുവരെ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ തന്നിരുന്ന പ്രോബ്ലങ്ങളിലൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ തന്നിരുന്നു. ആ ഫംഗ്ഷൻ്റെ മാക്സിമവും മിനിമം ഒക്കെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. ഓക്കെ, അപ്പം നമുക്കൊരു 2 വേരിയബിൾ ആയിട്ടുള്ള ഒരു ഫങ്ഷൻസ് കണ്ടുപിടിക്കണം. ആ ഒരു ഫങ്ഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ മുന്നേ മാക്സിമം മിനിമയൊക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചിരുന്ന അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പ്രോബ്ലത്തിലോട്ട് പോവാം. കുറച്ചുകൂടി കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ, തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ട് ഒരു ഫംഗ്ഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോവുക. ഫംഗ്ഷൻ ഇൻ XYയിലാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? നമുക്ക് തന്നിട്ടുണ്ട് ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലെറ്റ് XYZ റെപ്രസെൻറ്റ് ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കുലർ ബോക്സ്. നമുക്ക് ഇതാ കണ്ടുപിടിക്കാനുള്ളത് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കുലർ ബോക്സ് സച്ച് ദാറ്റ് ദ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് മിനിമം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? XYZ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് XYZ ആണ് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കുലർ ബോക്സ് എന്ന് നമുക്ക് അല്ലേ. ഇനി നമുക്കൊരു ഗിവൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു. എന്താ തന്നിട്ടുണ്ടായിരുന്നത്? ഈ ഒരു റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് പറയണത്, ഗിവൺ ദാറ്റ് ദ വോളിയം ഓഫ് ദ ബോക്സ് മസ്റ്റ് ബി 32 ക്യൂബിക് ഫീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു 32 ക്യൂബിക് ഫീറ്റ് ആണ് നമ്മുടെ തന്നിട്ടുള്ള റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഏരിയ. അത് വോളിയം ഏരിയ അല്ല, വോളിയം തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇനി റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം കാണാൻ ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ എന്താ എടുത്തിരുന്നത്? എക്സും വൈയും സെഡ് അല്ലേ എടുത്തിരുന്നത്. സോ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് ഇസ് ഈക്വൽ ടു 32. നമുക്കതെന്ന് പറയാൻ പറ്റുന്ന അല്ലേ. വോളിയം ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് വിച്ച് ഈസ് ഈക്വൽ ടു 32. ഇപ്പോൾ നമുക്കൊരു കാര്യം കിട്ടി, XYZ ഇസ് ഈക്വൽ ടു 32 അല്ലേ. ഇപ്പം നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന ഒരു കാര്യത്തിനെ നമ്മൾ എന്ത് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഫോമിലാക്കി അത് അവിടെ എടുത്തു വെച്ചു അല്ലേ. ഇപ്പോൾ നമുക്ക് ഇത്രയും തന്നിട്ടുണ്ടായിരുന്നു, റെക്റ്റാങ്കുലർ ബോക്സ് ഉണ്ടായിരുന്നു. ആ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും XYZ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എടുത്തു. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ വോളിയം എഴുതി. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആയിരുന്നു. സോ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് ഇസ് ഈക്വൽ ടു 32 എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മളോട് ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ടുണ്ട് അല്ലേ. സർഫസ് ഏരിയ മിനിമം ആയിട്ടുള്ള അല്ലേ, സർഫസ് ഏരിയ മിനിമം ആയിട്ട് കിട്ടണം. അങ്ങനെയുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റുമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അല്ലേ. പിന്നെ സർഫസ് ഏരിയ എന്താ? സർഫസ് ഏരിയൻ്റെ ഓഫ് ദ ബോക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ്. ലെറ്റ് എസ് ഡിനോട്ട് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കുലർ ബോക്സ് ആണെങ്കിൽ ദെൻ എസ് ഇസ് ഈക്വൽ ടു XY പ്ലസ് 2YZ പ്ലസ് 2XZ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താ സർഫസ് ഏരിയ? ഒരു റെക്റ്റാങ്കുലർ ബോക്സ് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ഇവിടെ വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ റെക്റ്റാങ്കുലർ ബോക്സ് കൺസിഡർ ചെയ്യുക. നമ്മളോട് ആ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എന്താ തന്നിട്ടുള്ളത്? റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ടോപ്പ് ഓപ്പൺ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ടോപ്പ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ആ മുകളിലുള്ള സർഫസ് ഏരിയ നമുക്ക് വേണ്ട, മുകളിലുള്ള ഒരു പോർഷൻ വേണ്ട, ബാക്കി എല്ലാതും അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു
6 എന്താ പറയുക റെക്റ്റാങ്കുലർ പോർഷൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ബോക്സിന് റെക്റ്റാങ്കുലർ ബോക്സിന് 6 റെക്റ്റാങ്കിൾ ഷേപ്ഡ് ആയിട്ടുള്ള 6 പോർഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അതിൽ 2 പോർഷൻ ഓപ്പോസിറ്റ് കിടക്കുന്ന പോർഷൻസിൻ്റെ ഒക്കെ എന്തായിരിക്കും ഏരിയ സെയിം ആയിരിക്കും അല്ലേ. അതായത് ഒരു റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഇപ്പോൾ ഞാനൊന്ന് വരയ്ക്കാൻ ശ്രമിച്ച് നോക്കാം. എന്താ ഇങ്ങനെയാണ് ഏകദേശം നമ്മുടെ റെക്റ്റാങ്കുലർ ബോക്സ് ആണെങ്കിൽ ഈ ടോപ്പ് ഓപ്പൺ ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ സർഫസ് ഏരിയ ഇല്ല. ഇപ്പോൾ ഈ ടോപ്പിലും ഇതിൻ്റെ ഏറ്റവും നേരെ താഴെ ഉള്ളതിൻ്റെയും ഉള്ള ആ ഒരു എന്താ പറയുക റെക്റ്റാങ്കുലർ പോർഷൻ്റെ എന്തായിരിക്കും ഏരിയ സെയിം ആയിരിക്കും അല്ലേ. അതേമാതിരി തന്നെ ഈ ഒരു സൈഡിൽ കാണുന്ന പോർഷൻ്റെയും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന ആ പോർഷൻ്റെയും ഏരിയ എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലേ. അതേമാതിരി തന്നെ ഇവിടെ ഉള്ള ഈ ഒരു പോർഷൻ്റെയും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വരുന്ന ആ പോർഷൻ്റെയും എന്തായിരിക്കും ഏരിയ സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഏത് മാത്രമേ വേണ്ടായിട്ടുള്ളൂ, നമ്മൾ ഈ ഒരു ഭാഗത്തെ ഏറ്റവും ടോപ്പിലുള്ള ഏരിയ നമുക്കില്ല. അപ്പോൾ അത് മാത്രമാണ് ഒഴിവാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ എന്താ പറയുക XY 2YZ + 2XZ എന്ന് പറഞ്ഞ് ബാക്കി എല്ലാ പോർഷൻ്റെ ഏരിയ അല്ലേ. അതായത് ഒരു റെക്റ്റാങ്കിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ നമുക്ക് എന്ത് വരുന്നത് ഏരിയ വരുന്നത് അല്ലേ. അതായത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരേ മാതിരിയുള്ളത് 2 അല്ലേ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ടോപ്പ് നമുക്ക് എന്തേ ഉള്ളൂ, ടോപ്പിലുള്ള ഫംഗ്ഷൻ എന്തേ ഉള്ളൂ, അതായത് ഒരു ലെയർ മാത്രമേ ഉള്ളൂ, ബോട്ടം ലെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ മുകളിലത്തെ സർഫസ് ഏരിയ നമ്മൾ വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, അപ്പം ശരിക്കും സർഫസ് ഏരിയ എന്തായിരുന്നു 2XY + 2YZ + 2Z എന്ന് പറയുന്നതാണ് സർഫസ് ഏരിയ ഓഫ് എ റെക്റ്റാങ്കുലർ ബോക്സ് വരിക. പക്ഷെ നമുക്കിവിടെ ടോപ്പ് ഓപ്പൺ ആണ് അല്ലേ, അവിടെ ക്ലോസ്ഡ് അല്ല. ഓപ്പൺ ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് XY എന്ന് മാത്രം എടുത്തത്. അതായത് ഒരു റെക്റ്റാങ്കുലർ പോർഷൻ്റെ ആ സ്പേസ് എന്ന് പറയുന്നത് അവിടെ ഒഴിവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, S = XY + 2YZ + 2XZ പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2 അല്ലേ. ഇനി നമുക്ക് ഇതുവരെ തന്നിരുന്ന ഫംഗ്ഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു, ഫംഗ്ഷൻസ് ഓഫ് 2 വേരിയബിൾ ആയിരുന്നു അല്ലേ. ഫംഗ്ഷൻസ് ഓഫ് 2 വേരിയബിൾ പറഞ്ഞാൽ എന്താ, എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻസ് ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കിവിടെ എസ് കിട്ടിയപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയൻ്റെ ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് കിട്ടി. പക്ഷെ ഇതിൽ എന്തുണ്ട്, 3 വേരിയബിൾ ഉണ്ട് അല്ലേ, എക്സും വൈയും സെഡും ഉണ്ട്. പക്ഷെ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മളിപ്പോൾ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒക്കെ ലോക്കൽ മാക്സിമം മിനിമം ഒക്കെ കാണാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാ, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാറ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ പറയാൻ പറ്റുമോ എന്ന് നോക്കും. അങ്ങനെ അത് ബുദ്ധിമുട്ടാണ് പറയാനെങ്കിൽ നമ്മൾ അടുത്ത കാര്യം എന്താ ചെയ്യുക, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നോക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, 2 വേരിയബിൾ ആണെങ്കിലൊക്കെയാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ കിട്ടിയ ഫംഗ്ഷനെ ടോട്ടൽ സർഫസ് ഏരിയനെയാണ് നമുക്ക് മിനിമം ആക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ ഒരു ഫംഗ്ഷൻ ഇൻ XY ആക്കണം അല്ലേ. എന്താ ചെയ്യുക, നമുക്കിവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് അല്ലേ, ഗിവൺ ആയിട്ട് വേറൊരു കണ്ടീഷനും കൂടി ഉണ്ട്. എന്തായിരുന്നു ഗിവൺ ആയിട്ടുള്ള വേറെ കണ്ടീഷൻ, XYZ = 32 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, Z എന്ത് എഴുതാൻ പറ്റും, 32 / XY എന്ന് എഴുതിക്കൂടെ. Z = 32 / XY എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്രം ഇക്വേഷൻ നമ്പർ 1 Z = 32 / XY എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് സെഡിനെ കിട്ടി. ഇനി ഈ കിട്ടിയ സെഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, എസ്സിലെ ഈ ഇക്വേഷനിൽ റീപ്ലേസ് ചെയ്യാം. S = XY + 2YZ + 2XZ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിൽ റീപ്ലേസ് ചെയ്യാം. എങ്ങനെ റീപ്ലേസ് ചെയ്യാം, സെറ്റിന് പകരം അത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ദ സർഫേസ് ഏരിയ ആസ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ X and Y ആസ് ഗിവൺ ബിലോ എന്ന് പറയും. അപ്പോൾ നമുക്ക് അതെന്തായിട്ട് മാറും, ഫംഗ്ഷൻസ് ഓഫ് 2 വേരിയബിൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതായത് XY ഇവിടെ സെറ്റിന് എന്ത് പകരം കൊടുക്കും, 32 XY എന്ന് കൊടുക്കും. അപ്പോൾ ഒരു വൈയും വൈയോടെയും ക്യാൻസൽ ചെയ്ത് പോവും. 2 × 32 64, പിന്നെ ഡിവൈഡഡ് ബൈ X ഉണ്ടായിരിക്കും അല്ലേ. അതേമാതിരി തന്നെ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 2x × 32 / XY. സോ എക്സും താഴെയുള്ള എക്സോടും ക്യാൻസൽ ചെയ്ത് പോകും. 2 × 32 ആണ് 64 / 4. ഓക്കെ, സോ നമുക്ക് S of X, Y. അപ്പോൾ ആ കിട്ടിയത് Z = 32 / XY എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് S എന്ന് പറയുന്നത് ഇസ് എ ഫംഗ്ഷൻ ഓഫ് X and Y ആയിട്ട് നമുക്ക് കിട്ടി. 2 വേരിയബിൾ ഫംഗ്ഷൻ ആയിട്ട് കിട്ടി. എന്താ കിട്ടി, S of X, Y which is equal to XY + 64
64 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 64 ഡിവൈഡഡ് ബൈ വൈ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ കിട്ടിയത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ, എവിടെയാണ് മിനിമം ആയിട്ടുള്ള പോയിന്റ് എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതായത് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ക്രിട്ടിക്കൽ പോയിന്റ്സ് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തിരുന്നത്, എസ് എക്സ് ഇസ് ഈക്വൽ ടു 0, അതായത് നമ്മൾ സാധാരണ ഫംഗ്ഷൻ എഫിലാണ് പറയാറ്. ഇപ്പോൾ നമ്മൾ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0യും എഫ് വൈ ഇസ് ഈക്വൽ ടു 0യും ആണ് നമ്മൾ ഇവിടെ ചെയ്യാറ്. സോ നമുക്കിവിടെ എസ് ആണ് ഫംഗ്ഷൻ. സോ എസ് എക്സ് ഇസ് ഈക്വൽ ടു 0, എസ് വൈ ഇസ് ഈക്വൽ ടു 0 സൈമൾട്ടേനിയസ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, സോൾവ് ചെയ്യാണ്. അങ്ങനെ സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ എസ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഈ ഒരു ടേമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ മൈനസ് 64 ഇൻറ്റു 1/x ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, -1/x സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ കിട്ടിയത്. എസ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ദാറ്റ് വൈ മൈനസ് 64 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അല്ലേ. ഇനി ഞാനിതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അറേഞ്ച് ചെയ്തതാണ്. സോ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്താ വരിക, എക്സ് സ്ക്വയർ വൈ മൈനസ് 64 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയില്ല. ഇനി എക്സ് സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുമ്പോൾ 0 വരും. സോ എക്സ് സ്ക്വയർ മൈനസ് 64 എക്സ് സ്ക്വയർ വൈ മൈനസ് 64 ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടിയില്ലേ. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എക്സ് സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 64. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഇനി നമ്മൾ അതേമാതിരി തന്നെ എസ് വൈ ഇസ് ഈക്വൽ ടു 0 കൊടുക്കുക. എസ് വൈ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, എക്സ് മൈനസ് 64 ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 0. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ അത് കിട്ടും എക്സ് വൈ സ്ക്വയർ മൈനസ് 64 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 64. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 3ൻ്റെയും ഇക്വേഷൻ നമ്പർ 4ൻ്റെയും RHSൽ 64 ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ട് ഈക്വേറ്റ് ചെയ്തോടെ നമുക്ക് രണ്ട് ഈക്വലാ, ആ രണ്ടിൻ്റെ RHS ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് സ്ക്വയർ വൈ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എക്സ് വൈ സ്ക്വയർ എന്നാണ് കേട്ടോ. എക്സ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 64 എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വൈ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അത് രണ്ടും കൂടി എന്ത് ചെയ്യാണ്, ഇക്വേറ്റ് ചെയ്യാണ്. സോ അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫ്രം 3 and 4ൽ നിന്ന് നമ്മൾ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ വൈ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ അല്ലേ. അതിന് നമുക്ക് ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഈ രണ്ട് ടേമിലും ഒരു എക്സും ഒരു എക്സ് വൈയും ഉണ്ട് അല്ലേ, രണ്ട് ടേം. അപ്പോൾ ആ എക്സ് വൈനെ പുറത്തേക്ക് എടുത്താൽ എന്ത് വരും, എക്സ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്കത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി, എക്സ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എന്തായിരിക്കും, ഒന്നല്ലെങ്കിൽ എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയണം. രണ്ട് പോസിബിലിറ്റിയാണ് നമുക്ക് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോസിബിലിറ്റി എടുത്തു എന്ന് നോക്കാം. എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത്, അതായത് എക്സ് വൈ നമുക്ക് ഇവിടുന്ന് ആദ്യത്തെ പോസിബിലിറ്റി എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എയ്തർ എക്സ് ഇസ് ഈക്വൽ ടു 0 ഓർ വൈ is equal to 0. ഇത് പോസിബിൾ ആണോ ഇവിടെ? കാരണം എന്താ, പോസിബിൾ അല്ല അല്ലേ. എന്തുകൊണ്ടാണ്? നമ്മളിവിടെ എടുക്കുന്ന ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ആണ്. ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തോ എന്തെങ്കിലുമൊക്കെ ലെങ്ത്തും ബ്രെഡ്ത്തും 0 ആയിക്കഴിഞ്ഞാൽ ശരിയാവുമോ? നമുക്ക് റെക്റ്റാങ്കുലർ ബോക്സ് എന്നിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാൻ പറ്റില്ല, നമുക്ക് ഈ ഫസ്റ്റത്തെ പോസിബിലിറ്റി എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോസിബിലിറ്റി എടുക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയണത്. സിൻസ് നെയ്തർ എക്സ് നോർ y can be 0 which implies that x minus y is equal to 0. ഓക്കെ, അപ്പോൾ ഇത് 0 ആവാൻ പറ്റില്ല. അപ്പോൾ തന്നെ അടുത്ത പോസിബിലിറ്റി ഏതേ ഉള്ളൂ, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0 ആവാനുള്ള പോസിബിലിറ്റി ഉള്ളൂ അല്ലേ. അപ്പോൾ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. ഓക്കെ, എന്തായി മാറി, എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് നമുക്ക് കിട്ടി.
അങ്ങനെ എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതൊന്ന് കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. ഇനി തൊട്ട് മുകളിലെ നമ്മൾ ആ ഇക്വേഷൻസ് എഴുതി വെച്ചായിരുന്നു അല്ലേ, എന്താ എഴുതി വെച്ചിരുന്നത്? നമുക്കിപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. എക്സ് സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 64ഉം അതുമാതിരി തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, എക്സ് വൈ സ്ക്വയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 64 എന്നും കൂടി നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു വൈ അല്ലേ, അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്താണ്, എക്സിന് വൈക്ക് പകരം നമ്മൾ എക്സ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇക്വേഷനിൽ. ഇവിടെ എക്സിന് പകരം വൈ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഇക്വേഷൻ നമ്പർ 3ഉം 4 എന്തായിട്ട് മാറും? എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു 64. ഒന്നുകൂടിയും പറയാം, നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു. എന്താ ഉണ്ടായിരുന്നത്? എക്സ് സ്ക്വയർ വൈ എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സ് സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 64. ഇതിൽ നമ്മൾ വൈ ഇസ് ഈക്വൽ ടു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 64 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ അടുത്തത് കയ്യിൽ ഉണ്ടായിരുന്നത് എന്താണ്? എക്സ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 64 എന്നുണ്ടായിരുന്നു അല്ലേ. അതിൽ നമ്മൾ എക്സിന് പകരം വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു 64 എന്ന് കിട്ടി അല്ലേ. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു 64 എന്ന് കിട്ടി അല്ലേ. ഇപ്പം നമ്മുടെ ഇക്വേഷൻ എന്തായി കിട്ടി? എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു 64. എന്തിൻ്റെ ക്യൂബാണ് 64 എന്ന് ചിന്തിക്കുക. ഇവിടെ എന്താണ്? 4 ക്യൂബ് ഇസ് ഈക്വൽ ടു എന്താണ്? 64. സോ വി ഹാവ് ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് എന്തായിരുന്നു? എക്സിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു 4 ആവുമ്പം ദ സർഫസ് ഏരിയ മേ അറ്റൈൻ എൻ എക്സ്ട്രീം വാല്യൂ അല്ലേ. ഇപ്പം നമുക്ക് പോസിബിലിറ്റി ഉണ്ടെന്നാണ് എക്സ്ട്രീം വാല്യൂ അറ്റൈൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അല്ലേ. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു 4 ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ സർഫേസ് ഏരിയ എന്ന് പറയുന്നത് എക്സ്ട്രീം വാല്യൂസ് അറ്റൈൻ ചെയ്യുന്ന പോയിൻ്റാണ്. അതിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സർഫേസ് ഏരിയ മിനിമം ആവുന്ന പോയിൻ്റ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെക്ക് ചെയ്യണം അല്ലേ. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിമിനൻറ്റ് കാണണം. ഡിസ്ക്രിമിനൻറ്റ് എന്താ? എസ് എക്സ് ഇൻറ്റു എസ് വൈ വൈ മൈനസ് എക്സ് എക്സ് വൈ ഓൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലാണ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എസ് എക്സ് എക്സും കാണണം, എസ് വൈ വൈയും കാണണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ഓൾറെഡി എസ് എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്, അതായത് അവിടെ നമുക്ക് എസ് എക്സ് ഉണ്ടായിരുന്നത് വൈ മൈനസ് 64 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വിത്ത് റെസ്പെക്റ്റ് എക്സിലെ ചെയ്യുമ്പോൾ ഈ ഒരു ടേമിൻ്റെ പോവും. ഇനി ഇതിൻ്റെ ചെയ്യുകയാണ്. ഇപ്പോൾ -64 ഇൻറ്റു എക്സ് 1 ബൈ എക്സ് സ്ക്വയറിന് എക്സ് പവർ -2 എന്ന് എഴുതാം. അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -2 ഇൻറ്റു എക്സ് പവർ -2 - 1. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 128 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്ന് നമുക്ക് കിട്ടി അല്ലേ. സിമിലർലി നമ്മൾ എസ് വൈ വൈ കൂടിയും കാൽക്കുലേറ്റ് ചെയ്യണു. അങ്ങനെ എസ് വൈ വൈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 128 വൈ ക്യൂബ് എന്ന് പറയുന്നതായിരുന്നു. ഇനി നമ്മൾ എസ് എക്സ് വൈ എന്ന് പറഞ്ഞത്, അതായത് എസ് എക്സ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് വൈ മൈനസ് 64 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ആയിരുന്നു. ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ, അപ്പോൾ ഈ ഒരു ടേം കൺസിഡർ ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? ഈസ് ഈക്വൽ ടു 1 ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ അത്രയും കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാണ്? വെൻ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു 4 ആവുമ്പോൾ എസ് എക്സ് എക്സ് എന്താണ് നോക്കാം. അപ്പോൾ എസ് എക്സ് എക്സ് എന്തായിരിക്കും? 128 ഡിവൈഡഡ് ബൈ 4 ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, 4 ക്യൂബ് എന്താ? 64 അല്ലേ. ഇപ്പോൾ 128 ഡിവൈഡഡ് ബൈ 64 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസ് ഈക്വൽ ടു 2 കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എസ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്രിമിനൻറ്റ് കൂടിയും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഡിസ്ക്രിമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എസ് എക്സ് എക്സ് ഇൻറ്റു എസ് വൈ വൈ മൈനസ് എസ് എക്സ് വൈ ഓൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്തുകൂടിയും കൊടുക്കണം? എക്സിനും വൈനും 4 കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 3 കിട്ടും. അതെന്ന് പറയുന്നതും എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ. എസ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. എസ് വൈ വൈ ഡിസ്ക്രിമിനൻറ്റും ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സർഫേസ് ഏരിയ മിനിമം ആയിരിക്കും അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു 4. ഹെൻസ് ദ സർഫേസ് ഏരിയ എസ് ഈസ് മിനിമം ദെൻ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സും വൈയും മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? പോരാ അല്ലേ. എന്തുകൂടിയും കണ്ടുപിടിക്കണം നമുക്ക്.
സെഡ് കൂടി കണ്ടുപിടിക്കണം. അപ്പം അങ്ങനെ സെഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുടക്കത്തിൽ നമ്മൾ വോളിയത്തിൻ്റെ ഇക്വേഷൻ എടുത്ത് എഴുതി വെച്ചിരുന്നു അല്ലേ. എന്താണ് XYZ വിച്ച് ഈസ് ഈക്വൽ ടു 32 എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ എക്സിനും വൈനും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എക്സിന് 4 വൈന് 4 ഇൻറ്റു സെഡ് വിച്ച് ഈസ് ഈക്വൽ ടു 32 എന്ന് പറയുന്നത്. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് സെഡ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി 2. അത് സോൾവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി സെഡ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഓക്കെ, അതാണ് നമുക്ക് എന്ത് കിട്ടി സെഡ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അതുകൊണ്ട് സർഫസ് ഏരിയ മിനിമം ആവുന്ന തരത്തിൽ സർഫസ് ഏരിയ മിനിമവും വോളിയം 32 ക്യൂബിക് ഫീറ്റ് ആവുന്ന ഡയമെൻഷൻസ് ഓഫ് ദി റെക്റ്റാങ്കുലർ ബോക്സ് എന്ന് പറയുന്നത് 4 ഫീറ്റ് ഇൻറ്റു 4 ഫീറ്റ് ഇൻറ്റു 2 ഫീറ്റ് എന്ന് പറയുന്നത്. അതായത് ലെങ്ത്ത് 4ഉം 4 ഫീറ്റും അതുമാതിരി തന്നെ എന്താണ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 ഫീറ്റ്, ഹൈറ്റ് എന്ന് പറയുന്നത് 2 ഫീറ്റും ആയിട്ടുള്ള അതാണ് ഈ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പ്രോബ്ലം അത്രയും നമ്മുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മളോട് ഇതായിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഒന്നും കൂടി ഇങ്ങനെ പ്രോബ്ലം ചെയ്തതെന്ന് പറയാം. നമുക്കൊരു പ്രോബ്ലം തന്നിരുന്നു. അപ്പോൾ വേർഡ്സിലാണ് പ്രോബ്ലം തന്നത്. 2 കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. വോളിയം 32 ആണെന്നും അതുമാതിരി തന്നെ സർഫസ് ഏരിയ മിനിമം ആക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് വോളിയം തന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ഒരു കോർഡിനേറ്റിന്, അതായത് നമ്മൾ സർഫസ് ഏരിയ കാണുമ്പോൾ 3 വേരിയബിളിലുള്ള ഫംഗ്ഷനാണ് കിട്ടുക. പക്ഷേ നമുക്ക് 3 വേരിയബിളിലുള്ള ഫംഗ്ഷൻസിനെ 2 വേരിയബിളിലേക്ക് ആക്കി കഴിഞ്ഞാലാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ 2 വേരിയബിളിലേക്കുള്ളത് ഫംഗ്ഷനാക്കി മാറ്റാനായിരുന്നു നമുക്ക് ആ വോളിയത്തിൻ്റെ കണ്ടീഷൻ തന്നെ. അതിൽ നിന്ന് സെറ്റിൻ്റെ വാല്യൂ കൊടുന്ന് നമ്മൾ എസ്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നമ്മളൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതുവരെ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നോക്കുക. ആ പോയിന്റിൽ നമ്മൾ എന്താണ് മാക്സിമം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നോക്കുക. അവിടെ മാക്സിമം ആണോ മിനിമം ആണോ നോക്കുക. നമ്മുടെ ഇവിടെ മിനിമം ആവുന്ന കേസാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞ്. സോ നമുക്ക് എന്ത് ചെയ്തു അത് കിട്ടുന്നു. ഓക്കെ, അത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത്.